ബ്രോ കുഴപ്പമൊന്നുമില്ല. നല്ല പടം. എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലർ ആയപ്പോൾ നിങ്ങൾ ക്ലൈമാക്സ് നിങ്ങൾ ഞെട്ടിക്കുന്നു നോക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വേറെ ആളുള്ള പടത്തിൽ. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ അതിനകത്ത് കുറച്ച് പോർഷനേ ഉള്ളൂ, പക്ഷേ സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ പടം. ലാലേട്ടൻ ലവ് യു. ഫുള്ള് ഗൂസ് ബംസ് ആണ്. സൂപ്പർ. പൃഥ്വിരാജ് ബ്രില്യൻസ്. അടിപൊളി പടമാ. സൂപ്പർ പടം. ഒന്നും പറയല്ല, ഒരേ പൊളി. സൂപ്പർ പടം. ലാലേട്ടൻ പൊളിച്ച് മലയാളം പടമാണോ ഡൗട്ടാണ്. അമ്മാതിരി കത്തിക്കൽ. ഫ്രെയിം ടു ഫ്രെയിം ബീജിയം ടോപ്പ് സാധനം. ലാലേട്ടൻ നെവർ എവർ കാണാത്ത ലാലേട്ടൻ. മേക്കിംഗ് ഒക്കെ ടോപ്പാണ് കേട്ടോ. ഹോളിവുഡ് ലെവൽ തോറ്റു. അമ്മാതിരി മേക്കിംഗ്. ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം. മലയാളത്തിന്റെ സീൻ ശരിക്കും മാറി. മലയാളത്തിന്റെ ബെഞ്ച് മാർക്കാണ് എമ്പുരാൻ. ബെഞ്ച് മാർക്ക് മൂവിയാണ്. ശരിക്കും പാൻ ഇന്ത്യൻ സിനിമ എടുക്കുന്നവർക്കുള്ള ഒരു ബെഞ്ച് മാർക്ക് മൂവിയാണ്. ഡയറക്ടർ ബ്രില്യൻസ്, റൈറ്റർ ബ്രില്യൻസ്, അതിൻ്റെയൊക്കെ അയ്യർ കളിയാണ്. ഭയങ്കരമായ സസ്പെൻസ് ഉണ്ട്. എൻ്റെയൊക്കെ സൂപ്പർ, ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് അദ്ദേഹത്തെ നന്നായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് മൂവി. നമ്മുടെ മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ വരെ ഇത്രയും നല്ലൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടോയെന്ന് ഭയങ്കര ഡൗട്ടാണ്. മേക്കിംഗ് ഒന്നും ഒരു രക്ഷയില്ല. ഒരു ഹോളിവുഡ് മൂവി കണ്ടൊരു ഫീലാണ്. പിന്നെ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ ഒന്നും പറയാനില്ല. കരച്ചിൽ വന്നു. നല്ല മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യും. മലയാളത്തിൽ പെർഫോമൻസ് മാസിന്റെ അപ്പുറം മാസ്. പടം ഒരു ലാഗ് ഇല്ലായിരുന്നു. സൂപ്പർ പടം. മെഡിച്ചിരുന്ന സാധനമല്ലേ. കൊള്ളാം. നല്ല പടം. നല്ലതാ. സൂപ്പറായിരുന്നു. ഓവറോൾ പടം നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് നമുക്കൊരു സ്റ്റോറി ബിൽഡ് ചെയ്ത് കൊണ്ട് വെക്കുന്നുണ്ട്. ഭയങ്കരമായ ലെവലിൽ. നിങ്ങൾ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ്റെ ഒരു എൻട്രി ഉണ്ട്. കടവുള പോലെ പാട്ടൊക്കെ വായിച്ചിട്ട് എൻ്റെ ആകുമ്പോൾ അത് വേറെ ലെവലാണ്. മേക്കിംഗ് തന്നെയാണ് പടം, വേറെ ഒന്നുമില്ല. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ചെറിയ വലിയൊരു പടം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ക്യാമിയോസ് ഒന്നും വലിയ ഇതൊന്നുമില്ല. അതൊക്കെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം കൊണ്ടുവച്ചത്, വേറെ വലുതായിട്ടൊന്നുമില്ല. വേറെ സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. മേക്കിംഗ് തന്നെയാണ് പടം, വേറെ ഒന്നുമില്ല. ഇത് പൃഥ്വിരാജ് പറഞ്ഞത് സത്യമാണ്. സത്യം പറഞ്ഞത് ചെറിയൊരു പടമാണ്, പക്ഷെ അത് ഇത്രയും ഹൈപ്പ് ഒന്നും വലുതായതാണ്. ഓവറോൾ എക്സ്പീരിയൻസ് കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഗംഭീരം സൂപ്പർ. പടത്തിന്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ, ഏതൊരു മൂഡിലാണ്? നല്ല മൂവിയാണ്. നല്ല മേക്കിംഗ് ആയിരുന്നു. ഗംഭീരം. മോഹൻലാൽ നല്ല അഭിനയമാണ്. പൃഥ്വിരാജ് നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. നല്ല കഥയാണ്. ഇന്റർവെൽ ഒരു അടിപൊളിയാണ്. പോയി കണ്ടത് സൂപ്പറാണ്. ഒന്നും പറയാനില്ല. മലയാള പടത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു അടിപൊളി. ശരിക്കും സീൻ മാറും. സൂപ്പർ മൂവി. സൂപ്പർ കിടിലം പടം. സൂപ്പർ മാസ് ബോളിവുഡ് ഫിലിം. സൂപ്പർ അടിപൊളി. നല്ല പടം. ഒക്കെ പെർഫെക്റ്റ് ആണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജും ലാലേട്ടൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ മുതൽ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ വരെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പടം മേക്കിംഗ് വേറെ ലെവലായിട്ടുണ്ട്. മലയാള സിനിമയിലെ പീക്കായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് സംഭവമായിട്ട് തന്നെ വരും. എക്സ്പെക്ടേഷൻ എല്ലാം കറക്റ്റായിട്ട് എക്സ്പെക്ടേഷൻ പോലെ തന്നെ വന്നിട്ടുണ്ട് പടം. എല്ലാ പെർഫോമൻസും ഓരോ ക്യാരക്ടറും പെർഫെക്റ്റ് പെർഫോമൻസ് ആണ്. ഒരു ചെറിയ സീന് പോലും ലാഗോ, ഒരു ചെറിയ സീന് പോലും താഴോട്ട് പോയിട്ടില്ല. എല്ലാം അതിന്റെ പീക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടറിയാന്നുള്ളതാണ്. ലാലേട്ടൻ അല്ലാതെ അത് കഴിഞ്ഞ് നേരെ നമ്മളെ പൃഥ്വിരാജ് ചേട്ടൻ തന്നെ. പൃഥ്വിരാജ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ട്. നിങ്ങളെ ബാക്കി സിനിമയിൽ കണ്ടറിയാന്നുള്ളതാണ്.